സിക്സസ് അടിക്കാൻ കെൽപ്പുള്ള വ്യക്തിയാണ്. സോ ഉണ്ണിബായ് നല്ല കേട്ടോ ഉണ്ണിബായിക്കും. ഒപ്പം തന്നെ നമ്മുടെ ടീം ഓണർ ഡോക്ടർ പ്രബിരാജൻ. നമുക്കറിയാം ഏരീസ് കൊല്ലം സെയിലേഴ്സിന്റെ CEO കൂടിയാണ് KCL-ൽ. അദ്ദേഹത്തിന്റെ പാഷൻ ടുവേർഡ്സ് ക്രിക്കറ്റ് ഇംപെക്കബിൾ ആണെന്ന് പറയാതെ വയ്യ. കാരണം വളരെ നല്ലൊരു ക്രിക്കറ്റർ കൂടിയാണ് അദ്ദേഹം. സുദീപേട്ടൻ നമുക്കറിയാം നമ്മുടെ ട്രഷറർ കൂടിയാണ്. ബ്രില്യന്റ് ആയിട്ടുള്ള ക്രിക്കറ്ററാണ്, ഓൾറൗണ്ടർ ആണ്. CCF-ന്റെ ട്രഷറർ കൂടിയായ സുദീപ് കാരക്കാട്. സോ നമ്മുടെ സെലിബ്രിറ്റി ഓണർ ആയിട്ടുള്ള ഉണ്ണി മുഖത്തിന് നമ്മൾ മെമന്റോ നൽകുകയാണ്. നമ്മുടെ സ്വന്തം മാർക്കോ. ഒപ്പം തന്നെ നമ്മുടെ മഹിമയ്ക്ക് കൂടി കൊടുത്തേക്കാം. ഓക്കെ, മഹിമ നമ്പ്യാർ. Thank you so much for associating with this franchisee and CCF. സോ രണ്ട് വാക്ക് സംസാരിക്കാൻ നമ്മുടെ മാർക്കോനോട് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. ഷൂട്ടിന്റെ ബിസി സ്കെഡ്യൂളൊക്കെ അറിയാം, പക്ഷെ ഉറപ്പായിട്ടും വരണം കേട്ടോ പ്ലീസ്. യു ആർ എ ബ്രില്യന്റ് ക്രിക്കറ്റർ. ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. സോ CCF-ന് എല്ലാവരും ആശംസകൾ നേരുന്നു. ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ ടീമിനും ഓൾ ദ വെരി ബെസ്റ്റ്. മോസ്റ്റ് ഓഫ് ദം ആർ മൈ ഫ്രണ്ട്സ്. ഞാൻ ഒരുപാട് എല്ലാവരോടൊപ്പം ക്രിക്കറ്റ് അധികം കളിച്ചിട്ടില്ല, അപ്പോൾ കളിച്ചിട്ടുണ്ട്. ഐ റിയലി എൻജോയ്ഡ് ദം. ഭയങ്കര കോമ്പറ്റീറ്റീവ് ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സോ മേ ദ ബെസ്റ്റ് ടീം വിൻ. അതേപോലെ തന്നെ എൻ്റെ ടീം സീഹോസ് സെയിലേഴ്സ്, അതിൻ്റെ ഓണേഴ്സായ സുദീപ് ഇസ് എ വെരി ഡിയർ ഫ്രണ്ട്. സുദീപിനെ കുറിച്ചൊരു കാര്യം പറയാം. ആദ്യമായിട്ട് എനിക്ക് എന്താ പറയുക, ഒരു റെക്കഗ്നീഷൻ ഇൻ ടേംസ് ഓഫ് ആൻ ആക്ടർ, ഒരു പ്രൈവറ്റ് അവാർഡ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. He took me to Dubai and he was the first one to hand over me. ഇന്ന് I feel very proud. ഞാൻ സുദീപിനൊപ്പം ഒരു ഓണറൊക്കെ ആയിട്ട് സെലിബ്രിറ്റി വെക്കുന്ന ഒരു ടീം കൊണ്ടുവരുന്നു. സോ ഐ എം വെരി ഗ്ലാഡ് അബൌട്ട് ഇറ്റ്. ആൻഡ് പ്രബിരാജ് ഓൾസോ നമ്മുടെ ടീമിൻ്റെ ഓണറാണ്. ആൻഡ് താങ്ക് യു മഹിമ ഫോർ ബീങ് ദി ബ്രാൻഡ് അംബാസഡർ ഓഫ് അവർ ടീം. ഹേവിങ് സെഡ് ദാറ്റ്, ഒരുപാട് സന്തോഷമുണ്ട്. ക്രിക്കറ്റ് പേഴ്സണലി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. സോ ഐ ട്രൈ ദാറ്റ് ഇത്തവണ ടൂർണമെൻറ്റ് സംഭവിക്കുമ്പോൾ ഇവിടെ ഞങ്ങൾ നിൽക്കുമ്പോൾ ട്രോഫിയുമായിട്ട് നിൽക്കാൻ നമ്മൾ ശ്രമിക്കും. ആൻഡ് ഐ ഹോപ്പ് വി ഹാവ് എ ഗുഡ് ടൈം ഓൺ ദ ഫീൽഡ്. താങ്ക് യു സോ മച്ച്. പിന്നെ ഈ ലാസ്റ്റ് മാൻ സ്റ്റാൻഡ് ഞാൻ ഈ ഫോർമാറ്റിൽ കളിച്ചിട്ടില്ല, ബട്ട് സൗണ്ട്സ് വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ലാസ്റ്റിൽ റൺ എടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ സിംഗിളായിട്ട് ഓടിയാൽ മതി, അങ്ങനെ എന്തോ അല്ലേ. യു ഹാവ് ടു കംപ്ലീറ്റ് റൺ അല്ലേ. അപ്പോൾ റണ്ണിങ് നമുക്ക് പൊതുവേ ഇഷ്ടമല്ല, അപ്പോൾ നമ്മൾ മാക്സിമം അടിച്ച് കളിക്കാൻ നോക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷമായി. ഫൈൻഡിങ് ഇറ്റ് വെരി എന്താ പറയുക, ഒരു ഇൻട്രസ്റ്റിംഗ്. എന്താ പറയുക, ഞാനിവിടെ വന്നിരിക്കുമ്പോൾ തന്നെ ഐ ഫീലിംഗ് വെരി റിലാക്സ്ഡ്. അപ്പോൾ ഞാൻ ഈ ടൂർണമെൻറ്റിനെയും അത് എൻ്റെ വർക്ക് സ്പേസിലുണ്ടാവുന്ന സ്ട്രെസ്സിൽ എനിക്കൊരു റിലീഫായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. സോ താങ്ക് യു ഫോർ ഓർഗനൈസിങ് സംതിങ് ലൈക്ക് ദിസ്. ബിക്കോസ് ആസ് എൻ ആക്ടർ അല്ലെങ്കിൽ ഈ ഫീൽഡിലെ സ്ട്രെസ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതൊരു ചെറിയൊരു റിലാക്സേഷൻ ആയിട്ടാണ് ഞാൻ കാണുന്നത്. സോ ദി എൻറ്റയർ ടീം വാസ് വർക്കിംഗ് ബിഹൈൻഡ് CCF. എല്ലാവർക്കും ഒരുപാട് നന്ദി. ആൻഡ് മൈ ഡിയർ ഫ്രണ്ട് ശ്രീശാന്തിനെ കുറിച്ച് ദ ബെസ്റ്റ് തിങ് ഈ ഇവൻറ്റിൽ ഏറ്റവും AV ആയിരുന്നു, ഈ ഓഡിയോ വീഡിയോ ദാറ്റ്. ശ്രീശാന്തിൻ്റെ അമ്മ, ഐ മീൻ ഐ എം വെരി ക്ലോസ് ടു ഹർ ഓൾസോ. പുള്ളിക്കാരത്തെ എന്നെ കണ്ടിട്ട് ശ്രീശാന്തിന് എന്തെങ്കിലുമൊക്കെ ആവണമെന്ന് പറഞ്ഞത് തന്നെ ടൂ മച്ചാണ്. ഞാൻ ബിക്കോസ് അഗ്രഷൻ, ഐ മീൻ ഓഫ് ദ ഫീൽഡ് അഗ്രഷൻ എന്താണെന്ന് കാണിച്ചു തന്ന ഫസ്റ്റ് ഇന്ത്യൻ ഫോർ ദ ടീം. ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് മാൻ ഞാൻ എന്താ പറയുക, മാത്യു ഹെയ്ഡൻ, ആഡം ഗിൽക്രിസ്റ്റിൻ്റെ മാച്ച് കണ്ടുകൊണ്ടിരിക്കാം. ശ്രീശാന്ത് ഓടി വന്നിട്ട് മിഡിൽ സ്റ്റമ്പൊക്കെ ഇറപ്പിക്കുന്നത് അല്ലേ നമുക്ക്. അപ്പോൾ ഞാൻ ഗുജറാത്തിലാണ് കൈയടിച്ചത്. സോ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്ന് പല മലയാളികൾക്ക് ഈസ് ബീൻ എന്താ പറയുക, ഗിവൻ ദാറ്റ് ഫയർ. ഞാൻ എൻ്റെ ഫീൽഡിൽ അത് പെർസ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. when you are in the field, you would have to be the best and you have to try to be the best, and you were very good. Okay, thank you so much, and all the best of luck. And thank you Mahima, respected guests,
ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. CCF ആൻഡ് ബ്ലൂ ടൈഗേഴ്സ് ചേർന്ന് അവതരിപ്പിക്കുന്ന CCFPL ഇതിൻ്റെ ഗ്രാൻഡ് ലോഞ്ചാണ് ഇവിടെ നടന്നത്. ആൻഡ് ഐ എം വെരി ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് ടു ബി പാർട്ട് ഓഫ് ദി CCFPL. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്, കാരണം ഇപ്പോൾ നമുക്കറിയാം സിഹോ സെയിലേഴ്സ് എന്ന് പറയുന്ന ടീമിൻ്റെ ബ്രാൻഡ് അംബാസിഡറാണ് ഞാൻ. ഞങ്ങളുടെ ടീമിൻ്റെ ഓണർ പ്രഭിരാജ് സർ ഇവിടെ ഉണ്ട്, സുദീപ് സർ ആൻഡ് സെലിബ്രിറ്റി ഓണർ ഉണ്ണി മുതൽ. ഞാൻ ഉണ്ണി പറയുന്ന പോലെ ഡിപ്ലോമാറ്റിക് ആയി പറയില്ല, ഞാൻ എൻ്റെ ടീമിനെ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. ഇവിടെ ഞങ്ങളുടെ ടീം തന്നെ ജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അല്ല, ഇവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞെങ്കിലും അവിടെ നിന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു അവിടെ പോയി നമ്മുടെ ടീമിനെ ഒന്ന് പുഷ് ചെയ്ത് വിടണമെന്ന്. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് ഞങ്ങളുടെ ടീമിന് വേണ്ടി തന്നെയാണ്. ഞങ്ങളുടെ ടീം ഇപ്പം മെമ്പേഴ്സ് ആരും സെലക്ട് ആയിട്ടില്ല. അപ്പം അതോടൊന്നും അവരെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയാൻ എനിക്കിപ്പോൾ പറ്റില്ല. ഞങ്ങളുടെ ടീമിന് ഒരു വലിയ ഓൾ ദി ബെസ്റ്റ്. അതോടൊപ്പം തന്നെ ബാക്കി എല്ലാ ടീം മെമ്പേഴ്സിനും ടീമിനും എൻ്റെ വിഷസ് അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് മഹിമ ആനന്ദ്യ ആസ് വെൽ. അടുത്തായിട്ട് നമ്മുടെ ടീം ഓണേഴ്സിന് ഒരു മെമ്മന്റോ നൽകപ്പെടുകയാണ്. ഡോക്ടർ പൃഥ്വിരാജ് ആൻഡ് സുദീപ് കാരാട്ട്, starting cricketers. So പൃഥ്വിരാജ് ചേട്ടാ ആരാ സംസാരിക്കുന്നത്? പ്രകടനം. ഓക്കെ, രണ്ടുപേരും സംസാരിക്കും. ഓക്കെ, എല്ലാവർക്കും ഒരു വാം ഗുഡ് ഈവനിങ്. സോ പ്രൗഡ് ടു ബി ഹിയർ. ഇപ്പോൾ എല്ലാവരും ഒരു ഓൾമോസ്റ്റ് 9 ഫ്രാഞ്ചൈസീസ് കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും പറഞ്ഞതിൻ്റെ ഒരു ബിറ്റ്സ് ആൻഡ് ബൈറ്റ്സ് വെച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് പറയണം. അപ്പോൾ ഈ ക്രിക്കറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഗെയിം എൻ്റെ ഒരു ചെറുപ്പം മുതൽ ഇപ്പം മടൽ കളിച്ച് എല്ലാവരും വളർന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ 23-ാമത്തെ വയസ്സിൽ കടലിൽ കിടന്ന ഒരാളാണ് ഞാൻ. 26 വർഷമായി UAE തന്നെയാണ്. പക്ഷെ ആ നല്ല കാലത്ത് ക്രിക്കറ്റ് കളിച്ച് നടന്ന് ഇപ്പം ശ്രീശാന്തിനെ പോലെയൊക്കെ ആവണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഇപ്പോൾ ലേറ്റ് ഏജിലാണ് എനിക്ക് തോന്നിയത് ഒരു വലിയൊരു സൗഭാഗ്യമായിട്ട് കാണുന്നു. കാരണം അവിടെയും ഞാൻ ക്രിക്കറ്റ് കളിച്ചു. ഈ ലാസ്റ്റ് ഇയറിൽ നമ്മൾ ദൈവം സഹായിച്ച് ഫസ്റ്റ് എഡിഷൻ ഓഫ് കേരള ക്രിക്കറ്റ് ലീഗിൽ എൻ്റെ കൂടെ നിന്ന് എൻ്റെ ചങ്കു ബ്രോ ശ്രീയുടെ കൂടെ ഞങ്ങൾ ഫസ്റ്റ് എഡിഷൻ കപ്പടിക്കാൻ സാധിച്ചു. അതേപോലെ തന്നെ ഇന്ന് ഇവിടെ വന്ന് ഈ ഒരു വേദി ഇത്രയ്ക്ക് ഗംഭീരമാക്കി തന്ന ശ്രീക്ക് താങ്ക് യു. അതേപോലെ ഇനി എനിക്കിപ്പോൾ മാരാനന്ദി ഞാനൊരു ഒരു ക്രിക്കറ്റ് ബേസ്ഡ് ഒരു സിനിമ എടുക്കണം ഒരു കഥയായിട്ടിങ്ങനെ നടക്കുകയായിരുന്നു. അവൻ്റെ പുറകെ നടന്ന് നമ്മളുടെ ബ്രാൻഡിങ്ങിന് വേണ്ടി അവൻ്റെ കഥ ഞാൻ ആകപ്പാടെ പറഞ്ഞിട്ടുള്ള അവൻ്റെ അടുത്താണ്. അപ്പോൾ ഇതുവരെയ്ക്കും നമ്മളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇനി ഞങ്ങൾ വേറെ രീതിയിൽ വേറെ വഴി ഞങ്ങൾ പോവുകയാണ്. ഇനി ഞങ്ങൾക്ക് വേറെ ആൾക്കാരുണ്ട്. ഞങ്ങൾ ക്രിക്കറ്റ് ഞങ്ങൾ വേറെ ചതി നീയാണ് ചെയ്തത്. എല്ലാവരും ഇവിടെ ഉണ്ട്, നീ ഉണ്ട് അതിനകത്ത്. അപ്പോൾ വളരെ സന്തോഷം ഇവിടെ CCFന്റെ ഭാഗമായി കഴിഞ്ഞു. ഞാനും അഖിലും എല്ലാവരും സുദീപ് എല്ലാം പ്രൊഡ്യൂസേഴ്സ് ടീമിലാണ് കളിക്കുന്നത്. ഉണ്ണി ഒരു പ്രാവശ്യം കളിക്കാൻ വന്നു, അന്ന് എനിക്ക് വരാൻ പറ്റില്ല. സോ വി ആർ ഓൾ ഇൻ ദ സെയിം ടീം. പിന്നെ ധോണി ഫാനാണ്. അപ്പോൾ ഞങ്ങൾ ധോണി ടീമുണ്ട്, ലെജൻസ് കപ്പ്. അപ്പോൾ ഇപ്പോൾ ഇന്നലെ ഒരു വിമൺ കേരള ടീമും കൂടെ നമ്മൾ ഫ്രാഞ്ചൈസി ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കൊല്ലം സെയിലേഴ്സിൻ്റെ വിമൺ ടീം ഓൾറെഡി നമ്മൾ ഇന്നലെ ഓപ്ഷൻ ആയിരുന്നു. സോ വി ആർ ഓൾസോ ടേക്കഡ് വിമൺ ടീം അണ്ടർ സെയിലേഴ്സ്. അപ്പം ഞങ്ങളാണ് ആദ്യം ഈ വിമൺ ടീമിനെ എടുത്തല്ലേട്ടാ, അല്ലേണ്ട സ്ഥലമല്ലേ. അപ്പോൾ താങ്ക് യു സോ മച്ച്. കൂടുതൽ സമയം എടുക്കുന്നില്ല. അപ്പം ഉണ്ണി താങ്ക് യു സോ മച്ച്. ഉണ്ണിയും കൂടെ ഈ ഗെയിമിൽ വന്ന് കളിച്ചാൽ റണ്ണോടാതെ കളിക്കേണ്ട ഒരു ഗെയിമാണിത്. 6 മാത്രം അടിച്ച് വന്ന് ഞങ്ങളെ ജയിപ്പിക്കാനും എന്ന് കൂടെ അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ക്രിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു സ്പോർട്സ് മാത്രമല്ല, ഒരു വലിയൊരു അഭിനിവേശം കൂടിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ CCFന്റെ ഒരു വലിയൊരു സ്വപ്നമായിരുന്നു ഈ കടന്നുപോയ കുറച്ച് നിമിഷങ്ങൾ. ആ ഡ്രീം കം ട്രൂ മൊമെന്റ് ആണ് ഇത്. ഇപ്പം നമ്മൾ എല്ലാവരും ഈ വേദിയിൽ ഇപ്പം കണ്ടുവരുന്നത്. അതിന് ലീഡർഷിപ്പ് ചെയ്ത അനിലേറ്ററിന് ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. അതോടൊപ്പം തന്നെ സ്ലീപ, നമ്മുടെ സെക്രട്ടറി, അതുമാത്രമല്ല എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും ഇതിന് പിന്നിൽ നിന്ന് പ്രവർത്തിച്ച എല്ലാവർക്കും ഒരു ആശംസകൾ നേരുന്നു. പിന്നെ ശ്രീശാന്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഫാമിലി ആയിട്ട് തന്നെ വളരെ അടുപ്പം കുറച്ച് വർഷങ്ങളായിട്ട് ഉള്ളതാണ്. മധു എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. മധുവിൻ്റെ അതുകൊണ്ട് ശ്രീശാന്തിൻ്റെ അഗ്രഷൻ എല്ലാം ഞാൻ ടി വിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതർവൈസ് ഈസ് എ വെരി സോഫ്റ്റ്
വെരി ലവിങ് പേഴ്സൺ. പിന്നെ ഉണ്ണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉണ്ണി ഈസ് വെരി ക്ലോസ് ബഡി. ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ച സാധനം ഓൾറെഡി ഉണ്ണി പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. ഉണ്ണിയെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് ട്രിവാൻഡ്രത്ത് വെച്ചാണ്, ഒരു 10-13 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് ഇന്റർനാഷണൽ മലയാളം ഫിലിം അവാർഡ് എന്ന് പറഞ്ഞ അവാർഡ് ഷോ ഞാൻ ദുബായിൽ ചെയ്ത സമയത്ത് അദ്ദേഹത്തെ ഞാൻ ആ സമയത്ത് അപ്കമിങ് ആക്ടറായിരുന്നു. ആ സമയത്ത് അപ്കമിങ് യങ് ആക്ടർ എന്നുള്ള ഒരു കാറ്റഗറി അവാർഡാണ് അന്ന് 2013 ഞങ്ങൾ ദുബായിൽ വെച്ചിട്ട് നൽകിയത്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം എന്തുമാത്രം വളർന്നു എന്നുള്ളത്. സിനിമയിൽ അദ്ദേഹം ഓൾറെഡി മലയാളത്തിലേക്ക് ഒരു സൂപ്പർ സ്റ്റാറിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റാറായി വരുന്നു. അതിനോടൊപ്പം തന്നെ ഒരു പാൻ ഇന്ത്യൻ ആക്ടറായി വന്നിരിക്കുകയാണ്. ഐ എം സോ ഹാപ്പി ദാറ്റ് ഹി ഈസ് പാർട്ട് ഓഫ് അവർ ടീം. ഇതിനെ കുറിച്ച് ഇത്രയും ഇതിലും കൂടുതൽ പറയാനുണ്ട്, എന്തായാലും സമയമില്ലാത്തവരെ കൂടുതൽ പറയുന്നില്ല. ബട്ട് നമ്മുടെ ബ്രാൻഡ് അംബാസിഡർ മഹിമ, ഞാൻ ആക്ച്വലി മഹിമ അറിയില്ലായിരുന്നു. ഇന്നാണ് ഫസ്റ്റ് ടൈം ഞാൻ മഹിമ മീറ്റ് ചെയ്യുന്നത് പോലും. പക്ഷേ മഹിമയെ പരിചയപ്പെട്ടപ്പോൾ മഹിമ എത്രയോ വർഷങ്ങളായിട്ട് അറിയാവുന്ന പോലെയാണ് മഹിമ എന്നോട് പെരുമാറിയത്. ഷീ സോ ഫ്രണ്ട്ലി. എനിവേ ബ്രാൻഡ് അംബാസിഡറായി വന്ന മഹിമയ്ക്കും എൻ്റെ താങ്ക് യു സോ മച്ച്. പിന്നെ ഡെഫിനറ്റ്ലി മൈ ബഡി, ഓണർ ഓഫ് സീഹോസ് സെയിലേഴ്സ്, കൊല്ലം സെയിലേഴ്സ്. ക്രിക്കറ്റ് ഒരു ഭ്രാന്താണ് ഇദ്ദേഹത്തിന്. എൻ്റെ സുഹൃത്തും അതിനോടൊപ്പം തന്നെ ജ്യേഷ്ഠ തുല്യനായ പ്രവി. ഈസ് ഓൾവേസ് വിത്ത് അസ് ഫോർ എവറിത്തിങ്. ഐ എം സോ ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ദിസ് ടീം. താങ്ക് യു സോ മച്ച്. ബേസിലിനെ ഞാൻ ആദ്യം കുറച്ച് ആളായിട്ട് അറിയാം, എന്നാൽ പോലും കൂടുതൽ അറിയില്ല. വി വിൽ നോ മോർ അബൌട്ട് യു. താങ്ക് യു സോ മച്ച്. Thank you so much, team. All the very best. Thank you. താങ്ക് യു. പ്ലീസ് ബി സീറ്റഡ്. പ്രതി ചേട്ടാ, ഒരു കാര്യം ഞാൻ ആഡ് ചെയ്തോട്ടെ കേട്ടോ. BMW കൊല്ലം സെയിലേഴ്സ് ആയിരുന്നു BMW ആണ് സ്പോൺസർ ചെയ്തത്. ഇപ്പം നമ്മുടെ ഇന്ത്യൻ ടീം, ടെണ്ടുൽക്കർ കളിച്ച ഇന്ത്യൻ ടീം ജയിച്ചത് BMW ആണ്. അപ്പം ആ BMWയുടെ ഡയറക്ടർ ഓഫ് സ്പോർട്സ് ആണ് ഞാൻ കഴിഞ്ഞൊരു 4-5 മാസമായിട്ട്. അത് ഇറ്റ് ഈസ് വെരി മോർ ലൈക്ക് എ സീക്രട്ട്, ആർക്കും അറിയില്ല. അപ്പോൾ പ്രഭിച്ചേട്ടൻ അതിനെ കുറിച്ച് അറിയാം. അപ്പം ഈ ഒരു അവസരത്തിൽ ഞാൻ പറയുന്നു, സിയോസ് sailors will be known as BMW CEOs sailors. Wow. All the very best. Let's move on to the next franchisee.